യഹോവയുടെ പർവ്വതമായ ഹോരേബ്, സീനായി പർവ്വതത്തിന്റെ വേറൊരു പേരാണ് ഹോരേബ് പർവ്വതം. ഞാൻ പറയും, സീനായി പർവ്വതത്തിന്റെ ഒരു കൊടുമുടി ഹോരേബ് പർവ്വതം. ആ ഹോരേബിന് പർവ്വതത്തിന് കൊടുത്തിരിക്കുന്ന പ്രത്യേകമായ പേര് യഹോവയുടെ പർവ്വതം എന്നാണ് കൊടുത്തിരിക്കുന്നത്. ദൈവത്തിന്റെ യഹോവയുടെ പർവ്വതമായ ഹോരേബ്, അത് പല പ്രാവശ്യം വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബ് വരെ ആടുകളെ മേയിച്ചുകൊണ്ട് മോശ ചെന്നപ്പോൾ മുൾപ്പടർപ്പിൽ അത് കത്തുന്നതായി കണ്ടു. അതിന്റെ നടുവിൽ മോശെ എന്ന് വിളിക്കുന്ന ദൈവശബ്ദം. ഇങ്ങനെ ദൈവാഭിമുഖമായി നിൽക്കുവാൻ ദൈവം വിളിച്ചു വേർതിരിച്ച 2 പേരാണ് മോശയും ഏലിയാവും. ഏലിയാവിന്റെ ശരീരം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. മോശയെ സംബന്ധിച്ചോ, മോശയുടെ അവസാനം സംബന്ധിച്ച് പുറപ്പാട് ആവർത്തന പുസ്തകം 34-ാം അധ്യായം, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം. അത് മോശ എഴുതിയ 5 ഗ്രന്ഥങ്ങളാണ്, പഞ്ചഗ്രന്ഥങ്ങൾ. അതിലെ ഏറ്റവും ഒടുവിലത്തെ അധ്യായമാണ് 34-ാം അധ്യായം. 34-ാം അധ്യായം 5-ാം വാക്യം. അതിനു മുമ്പ് 34-ാം അധ്യായം ആദ്യം മുതൽ പറയുക, യഹോവ മോശ വിളിച്ചു, മോശേ, നീ ഒരുപാട് കഷ്ടപ്പെട്ടല്ലോ. എന്റെ ജനത്തെ മിസ്രയീമിന്റെ അടിമത്തത്തിൽ നിന്ന് നീ കൊണ്ടുവന്നതാണ്. പക്ഷെ 120 വയസ്സായി, പ്രായമായി. നീ ഒരു കാര്യം ചെയ്യേ, ഇനിയും അക്കരയ്ക്ക് പോകുവാൻ നിനക്ക് അതല്ല നിന്നെ കുറിച്ചുള്ള പദ്ധതി. നീ അപ്പോൾ മോവാബ് ദേശത്തായിരുന്നു. മോവാബ് ദേശത്ത് വെച്ച് നെബോ പർവ്വതത്തിലേക്ക് മോശെ കൊണ്ടുപോയി. അവിടെ ഒരു പിസ്ക എന്ന കൊടുമുടിയുണ്ട്. എന്ന കൊടുമുടിയുടെ ഉയരത്തിലേക്ക് കൊണ്ടുപോയി. അവിടെ നിന്ന് യോർദാന് അക്കരെയുള്ള ഇസ്രായേൽക്കാർക്കായി വേർതിരിച്ച് തമ്പുരാൻ മാറ്റിയിരിക്കുന്ന കനാൻ ദേശം